VDS മന്ത്രിസഭയിലെ അപ്രതീക്ഷിത എൻട്രിയായിരുന്നു മന്ത്രി OJ ജനീഷിന്റേത്. സർപ്രൈസായി ലഭിച്ച മന്ത്രിസ്ഥാനം മാത്രമല്ല, മന്ത്രിക്ക് ലഭിച്ച ഔദ്യോഗിക വാഹനത്തിലും മറ്റൊരു സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട്. മിസ്റ്ററെ, നമസ്കാരം. ഈ മന്ത്രിസഭയിൽ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. മന്ത്രിയാകുമെന്ന് ജീവിതത്തിൽ എപ്പോഴും വിചാരിച്ചിരുന്നു? ഇല്ല, മന്ത്രിയാവുന്ന ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. അതിങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയതാണ്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ആ കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ കടന്നു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ യുക്കോൺസ് പ്രസിഡന്റ് ആയതും പിന്നീട് സ്ഥാനാർത്ഥിത്വവും മത്സരവും അതൊക്കെ എല്ലാം നേരത്തെ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. അല്ല, ഇത് മാത്രമല്ല സർപ്രൈസ്. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ KL 01 CB 8308, അതായത് 8308. എത്രയായിരുന്നു ഭൂരിപക്ഷം? 8308. ഇതൊരു സർപ്രൈസ് ആണ്. ഇത് വലിയ സർപ്രൈസ് ആയിരുന്നു. സത്യത്തിൽ യഥാർത്ഥ സർപ്രൈസ് ഇതായിരുന്നു. ഈ നമ്പർ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? നമ്പർ ഞാൻ ആദ്യ ദിവസം വണ്ടിയിൽ കയറുമ്പോഴൊന്നും ഈ നമ്പർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി പിന്നെ എന്നോട് വൈഫ് ഓർമ്മയാണ് അറിയുന്നത്. പിന്നെ ഞാൻ അന്നേരം രാത്രി ഒന്ന് മെസ്സേജിലൊക്കെ നോക്കുമ്പോഴാണ് എന്റെ നാട്ടിൽ നിന്നുള്ള വൈഫാണോ ഇത് ആദ്യം കണ്ടുപിടിച്ചത്? അങ്ങനെയാണ് പുള്ളിക്കാരത്തി അവകാശപ്പെടുന്നത്. അതല്ല, ഞങ്ങളാണ് കണ്ടുപിടിച്ചത്, നമ്മുടെ സഹപ്രവർത്തകരും പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ മെസ്സേജ് ലാസ്റ്റ് കണ്ടത്. അപ്പോൾ അവർ പറയുമ്പോഴാണ് ഞാൻ നോട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നോക്കുന്നത്. മറ്റൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഈ സ്റ്റേറ്റ് നമ്പറായിട്ട് 10 ലഭിച്ചേക്കുന്നത്. ഇത് 2 ഇതിഹാസ താരങ്ങളുടെ ജേഴ്സി നമ്പറാണ്. ഒന്ന് മെസ്സിയുടെയും ഒന്ന് സച്ചിൻ തെണ്ടുൽക്കറുടെ. അങ്ങനെയാണെങ്കിലും ചോദിക്കട്ടെ, കായിക വകുപ്പ് താങ്കൾക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു സാദൃശ്യമുണ്ട് ഇതിൽ. അല്ല, അത് വരികയാണെങ്കിൽ, അതാണ് തരുന്നതെങ്കിൽ അതിന്റെ കൂടെ ഇത് കൂടി തരികയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഒരു പിന്നെ എല്ലാം കൂടി കണക്റ്റഡ് ആണ്. പക്ഷേ ഈ നമ്പറിന് നേരത്തെ തന്നെ ആവശ്യക്കാർ ഉണ്ട്. ഞാൻ ഇത് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ ആവശ്യപ്പെട്ട നമ്പറിൽ ഇത് ഇല്ല. താനും കായിക വകുപ്പ് ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏതാണെന്നുള്ളത് CM തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം അത് അറിയിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞ് പിന്നെ തുടക്കത്തിലൊരു അനൌദ്യോഗികമായിട്ടൊക്കെ സംസാരങ്ങൾ ഉണ്ടായിരുന്നത്. ഏത് തന്നെയായാലും CM എന്താണോ ഡിസൈഡ് ചെയ്യുന്നത്, ഏത് ചുമതലയാണ് ഏൽപ്പിക്കുന്നത് ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഇതുമൊക്കെ ഒരു കണക്റ്റഡ് മാറ്ററാണ്. പക്ഷേ ഈ നമ്പർ മിക്കവാറും മാറാൻ സാധ്യതയുണ്ട്. 8308 മാറ്റണ്ട എന്നുള്ള തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മളൊരു പിന്നെ ജീവിതത്തിൽ നിയമസഭയിലേക്ക് മത്സരം ജയിക്കാൻ കഴിഞ്ഞ ആദ്യ ലക്ഷ്യമാണ്. അപ്പോൾ ആദ്യ മത്സരവും ആദ്യ ജയമാണ്. അപ്പോൾ അതിൽ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ നമ്പർ തന്നെ ഒരു വണ്ടിയുടെ യഥാർത്ഥ RC നമ്പറായിട്ട് ഉണ്ടാവുക, അത് തന്നെ എനിക്ക് വരുമ്പോൾ കിട്ടുക എന്നൊക്കെ പറഞ്ഞൊരു ആകസ്മികമായിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതൊരു ലെഗ് ഫാക്ടർ പോലെ കൂടിയിരിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.